ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുന്നക്കാട്ട് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലെ ഉത്സവം പ്രമാണിച്ച് മുടിയെഴുന്നള്ളത്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വിളക്കൊരുക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. വീടിൻ്റെ അടുത്തുകൂടിയാണ് നമ്മുടെ എലവൂർക്കാവ് ശ്രീ കണ്ഠകർണ സ്വാമി ക്ഷേത്രത്തിലേക്ക് മുടിയെഴുന്നള്ളത്ത് എത്തുന്നത്. മുടിയെഴുന്നള്ളത്തിന് വേണ്ടി അമ്പലത്തിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തെടുത്തതാണ്. അന്നേരം അങ്ങോട്ട് പോയി എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല, നമ്മളിവിടെ വിളക്കൊരുക്കി വെച്ചേക്കുന്നത് കൊണ്ട്. ഞാൻ സന്ധ്യ ആയപ്പോഴേ വിളക്കൊരുക്കി വെച്ച് കാത്തിരിക്കുമായിരുന്നേ. പക്ഷേ വിളക്ക് നമ്മുടെ അടുത്തേക്ക് മുടിയെഴുന്നള്ളത്ത് വന്നപ്പോഴത്തേക്കും ഏതാണ്ട് 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇത് വത്സലമ്മയും മാമനും നമ്മുടെ ദേവുവിൻ്റെ അമ്മയും അച്ഛനുമാണ് കേട്ടോ. അവരും നമ്മുടെ അവിടെ വന്നാണ് വിളക്ക് കൊണ്ടുവെക്കുന്നത്. ഇത്തിരി വെട്ടത്തോട്ട് നിന്ന് അവരെ കിട്ടുന്ന മാതിരി ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണേ. സാരമില്ല, നമ്മുടെ ശിവാനിക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ വീഡിയോയിലൊക്കെ ഉള്ളതാണ് അവർ. അപ്പോഴത്തേക്ക് നല്ല മുടിയെഴുന്നള്ളത്ത് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, കാണുന്നുണ്ടോ? നമ്മുടെ അടുത്തോട്ട് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. കാരണം നമ്മുടെ അടുത്ത് വന്നപ്പോൾ ഞാൻ വൃത്തിയായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്ന പൂവ് മാക്സിമം അത് അവർ യൂസ് ചെയ്യുവേ. ആ പൂവ് എടുത്ത് മുടിയിൽ ചാർത്തിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ അടുത്ത് നിന്ന് മുടിയെഴുന്നള്ളത്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് മണിയണ്ണം നാണ്ട പെട്ടെന്ന് ചെരുപ്പ് വിട്ട് ഓടി പോകുമായിരുന്നേ. പടക്കം പൊട്ടിക്കാനായിട്ട് അമ്പലത്തിൽ മുടിയെ ചെല്ലുമ്പോൾ പടക്കം പൊട്ടിക്കാനായിട്ട് ഏർപ്പെടുത്തിയിരുന്നത് മണിയണ്ണനെയാണേ. നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കുറേ നേരം മുടി അവിടെ വെയിറ്റ് ചെയ്യും കേട്ടോ. അവിടെ തുള്ളിയും ഒക്കെ ചെയ്യുവേ. അന്നേരം അമ്പലത്തിൻ്റെ അടുത്തോട്ട് വന്ന് ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ ഈ പ്രാവശ്യത്തെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുടിയെഴുന്നള്ളത്തിൻ്റെ കൂടെ നമ്മുടെ പുന്നക്കാട്ട് ദേവീക്ഷേത്രം വരെ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാണ് പോരുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ അമ്പലത്തിൽ മുടി കൊണ്ട് വെച്ചിട്ട് അവിടെ കുറേ നേരം പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ തിരുമേനി വന്നിട്ട് അപ്പോൾ അതൊക്കെയാണ് ഈ നടക്കുന്നത്. എനിക്കിതിനെപ്പറ്റിയൊക്കെ ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എനിക്കറിയാവുന്ന അറിവുകൾ മാത്രമാണ് പറയുന്നത്. എന്തെങ്കിലും കുറവുകൾ വന്നാൽ സദയം ക്ഷമിക്കുക. അങ്ങനെ ഇലവൂർക്കാവ് ശ്രീ കണ്ഠകർണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് താലപ്പൊലിയോടുകൂടി ഇവിടെ വരുമ്പോഴാണ് കേട്ടോ താലപ്പൊലി എല്ലാം കത്തിക്കുന്നത്. അല്ല, മുന്നേ 2-3 താലപ്പൊലി മാത്രമാണ്, വിളക്ക് മാത്രമാണ് കത്തിച്ചുകൊണ്ട് വരുന്നത്. എല്ലാം കത്തിച്ചുകൊണ്ട് ഇവിടെ നിന്ന് തിരിച്ച് പുന്നക്കാട്ടെ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. പോകുന്ന വഴിയിലെല്ലാം നമ്മുടെ വീട്ടിലൊക്കെ വിളക്ക് കത്തിച്ചാണ് എല്ലാവരും വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കും. ആ സ്വീകരണങ്ങളൊക്കെ ഏറ്റ് വാങ്ങിക്കൊണ്ടാണ് പുന്നക്കാട്ടെ ദേവി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ മുടിയെഴുന്നള്ളത്തിലൂടെ നമ്മൾ നട പുന്നക്കാട്ട് ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ വഴിയിൽ നമുക്ക് ഇങ്ങനെ ഉറപ്പുള്ള കുറേ ഇടമുണ്ടല്ലോ, എടുത്താൽ ഒരു പ്രശ്നമില്ല എന്നുള്ള വീടുകളിലെല്ലാം വിളക്കൊക്കെ എടുത്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല നമ്മൾ പോയി വീഡിയോ എടുക്കുമ്പോഴേ. ഇതൊക്കെ കണ്ടോ, ഓരോ വീട്ടിൽ ഇങ്ങനെ ഒരുക്കി വെച്ചേക്ക് നല്ല ഭംഗിയല്ലേ ഇതൊക്കെ കാണാനായിട്ട്. ഈ ശൂലം കണ്ടോ, ഇത് തൊട്ട് അങ്ങോട്ട് നമ്മുടെ നിച്ചുക്കുട്ടൻ്റെയും ഫ്രണ്ട്സിൻ്റെ സ്വന്തം ക്ലബ്ബായ വെസ്റ്റേൺ ബോയ്സിൻ്റെ ഒരുക്കായിരുന്നേ. 2 ദിവസമായിട്ട് കുഞ്ഞുങ്ങളുടെ കഷ്ടപ്പാടാണ് കേട്ടോ ഈ ഒരുക്ക്. എല്ലാ വർഷവും ഇങ്ങനെ മുടിയെഴുന്നള്ളത്ത് വരുമ്പോൾ ഇവരിവിടെ ഇങ്ങനെ ഒരുക്കാറുണ്ടേ. ഇങ്ങനെ ഏതാണ്ട് ഓമൊക്കെ വരച്ച് ഓമിൻ്റെ 2 സൈഡിലും 2 ആനയൊക്കെ കൊണ്ടുവച്ച് നല്ല അതിഗംഭീരമായിട്ടായിരുന്നു മക്കൾ ഒരുക്കിയിരുന്നത്. അതുമാത്രമല്ല, വരുന്നവർക്ക് മുടിയെഴുന്നള്ളത്തിൻ്റെ കൂടെ വരുന്നവർക്ക് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരുക്കങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നിച്ചുക്കുട്ടൻ നമ്മുടെ കൂടെ വീട്ടിൽ നിൽക്കാറില്ല കേട്ടോ. അവൻ രാവിലെ തൊട്ടേ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. അവിടുന്ന് അങ്ങനെ വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ അമ്പലത്തിലേക്ക് അമ്പലം എത്താറാകുമ്പോൾ ഉള്ള കുറച്ച് ഒരുക്കങ്ങളാണ് കേട്ടോ കാണുന്നത്. ഓരോ വീടുകളിലും ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കുന്നത് ഇങ്ങനെ സൈഡിൽ കൂടെ എടുത്തെടുത്താണ് നമ്മൾ പോകുന്നത്. മുടിയെഴുന്നള്ളത്ത് പുന്നക്കാട്ട് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോൾ മുടിയുടെ കയ്യിലേക്ക് വാള് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഈ വാള് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തന്ത്രി ക്ഷേത്രത്തിൽ നിന്ന് വാള് കൊണ്ടുവന്ന് മുടിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ചടങ്ങാണ് ഈ നടക്കുന്നത്. വാള് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തോറ്റമ്പാട്ടിൽ ദാരുകവധം എന്ന ആ സന്ദർഭം വരുമ്പോൾ അതിൻ്റെ ദാരുകനെ വധിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ, അതിൻ്റെ പ്രതീകമായിട്ട് വാഴ വെട്ടുന്ന ചടങ്ങുണ്ട്, കൊലവാഴ വെട്ടുന്ന ചടങ്ങുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ വാള് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ദൂരെ നിന്നാട്ടോ വീഡിയോ എടുക്കുന്നത്. അടുത്തോട്ട് പോയ സമയത്ത് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നേ. ഇതൊന്നും ഞാൻ ആധികാരികമായിട്ട് പറയുന്നതല്ല, ഇതെല്ലാം പറഞ്ഞ് കേട്ട അറിവാണ്. ഇതിനെപ്പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഇത് വീഡിയോ പറയുന്നത്. ഇനി ഞാൻ പറയുന്നതിലുപരി കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കാം.
വാഴവെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം മുടിയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിക്കുന്ന ഭാഗമാണ് കേട്ടോ ഇത്. അമ്പലത്തിലെത്തിയ ശേഷം ഇങ്ങനെ കുറേ അധികം നേരം തോറ്റമ്പാട്ടിനനുസരിച്ച് ഇങ്ങനെ തുള്ളി പിന്നെ പയ്യെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. മുടി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ദീപാരാധന നടക്കുന്ന സമയമാണിത്. മുടി താണ്ട ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് താലപ്പൊലി എല്ലാം കൊണ്ട് താത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷമാണ് വിശേഷാൽ പൂജകളൊക്കെ നടന്നത്. അറക്കിരുത്തൽ ചടങ്ങ്, കാപ്പഴിക്കൽ ചടങ്ങ്, പൂമൂടൽ ചടങ്ങ്, അങ്ങനെയൊക്കെ ഒരുപാട് ചടങ്ങുകളുണ്ടായിരുന്നു. അതിൻ്റെ പൂമൂടൽ ചടങ്ങിന് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന പൂവാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. ഈ ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്ന ശ്രീകോവിലിനുള്ളിലായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ദേവിയുടെ വിഗ്രഹത്തെ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്നത് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടാണ് കേട്ടോ എടുക്കാഞ്ഞത്. ഈ കാണുന്നതാണ് കേട്ടോ പൂമൂടൽ ചടങ്ങ്. അത് ദേവിയുടെ വിഗ്രഹം കംപ്ലീറ്റ് പൂകൊണ്ട് മൂടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എടുത്തത്. ആദ്യമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെയാണ് ദേവിയുടെ വിഗ്രഹം താഴേന്ന് മുകളിൽ വരെ പൂ കൊണ്ട് മൂടും. ഭയങ്കര എന്തോ മനോഹരം എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറുതായി പോകും. അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ അത് കാണാനായിട്ട്. പൂമൂടലൊക്കെ കഴിഞ്ഞ് മാല ചാർത്തി കോളും തക്ക വയ്ക്കുന്ന ആ ഒരു ഭാഗമാണ്. ഈ ദേവിക്ക് വയ്ക്കുന്ന കോളുന്നുണ്ടല്ലോ, ഇതിൽ നിന്ന് ഓരോ ഭാഗം നമുക്ക് തരും വീട്ടിൽ കൊണ്ടുവയ്ക്കാനായിട്ട്. അത് വീട്ടിൽ കൊണ്ടുവച്ചാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പൂമൂടൽ ചടങ്ങ് മൊത്തം കഴിഞ്ഞ ശേഷം കാണാൻ താണ്ടെ ഇങ്ങനെയാണ്. നല്ല ഭംഗിയാണ്, ഒന്ന് കണ്ടു നോക്കാം. എല്ലാത്തിനും ഒടുവിൽ താണ്ടെ അന്നദാനം ഉണ്ടായിരുന്നു. അന്നദാനം കഴിഞ്ഞ് നമ്മുടെ പതിവ് സെൽഫി മുടക്കിയില്ല. ഞങ്ങൾ 4 പേരും കൂടിയാണ് കേട്ടോ പോയത്. ഞാൻ, ഉഷമ്മ, ധനി ചേച്ചി, കല ചേച്ചി. എല്ലാം കഴിഞ്ഞ് നമ്മൾ പോരുമ്പോൾ 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയ വീഡിയോ ആയിട്ട് എത്താം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.